ജൂലൈ 16-ന് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും അവസാന നിമിഷം വിവിധ തലങ്ങളിൽ നടന്ന ഇടപെടലുകൾ മൂലമാണ് ശിക്ഷ നീട്ടിവെച്ചത്. സർക്കാർ തലത്തിലെ ഇടപെടലുകൾക്കൊപ്പം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ യമനിലെ പണ്ഡിതന്മാരുമായി നടത്തിയ ചർച്ചയുമാണ് വധശിക്ഷ നീട്ടിവെക്കാൻ കാരണമായത്. തുടർന്ന് തലാലിന്റെ കുടുംബത്തെ അനുനയിപ്പിക്കാൻ നിരവധി ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിമിഷപ്രിയയുടെ കാര്യത്തിൽ യമന്റെ നിയമവ്യവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ടുള്ള അവസാനത്തെ സാധ്യതയാണ് കുടുംബത്തിന്റെ ദയതേടൽ. നേരത്തെ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. അത് ലഭ്യമാക്കിയ ശേഷമേ നിമിഷപ്രിയയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാവൂവെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ യമനി സൂഫി പണ്ഡിതന്മാർ മുഖേന ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കുടുംബം ചർച്ചയ്ക്ക് തയ്യാറായതും 16-ാം തീയതി നിശ്ചയിച്ച വധശിക്ഷ നീട്ടിവെച്ചതും. ഇതേ തുടർന്ന് ലഭ്യമായ സൗകര്യം ഉപയോഗപ്പെടുത്തി കുടുംബത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കുടുംബത്തോട് സംസാരിക്കാൻ യമനിലെ കാന്തപുരത്തിന്റെ പ്രതിനിധികളുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം ദിയാദനം, മോചനം, അനുബന്ധ നിയമ നടപടിക്രമങ്ങൾ എന്നിവയ്ക്ക് സർക്കാരിന്റെ ഡിപ്ലോമാറ്റിക് ചാനലുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കങ്ങളാണ് ആവശ്യമെന്ന് കാന്തപുരത്തിന്റെ ഓഫീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ മധ്യസ്ഥ സംഘം ഇനി യമനിലേക്ക് പോകുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് സർക്കാരിന്റെ നിലപാട്. എല്ലാ വശങ്ങളും ഇക്കാര്യത്തിൽ വിലയിരുത്തും. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം ആരെയും കാണാൻ തൽക്കാലം തയ്യാറാകുന്നില്ല. ഈ സാഹചര്യത്തിൽ മധ്യസ്ഥ സംഘത്തെ യമനിലേക്ക് അയക്കുന്നത് വെല്ലുവിളിയായിരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതേസമയം നിമിഷപ്രിയയുടെ മോചനത്തിന് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുമായി ഇന്ത്യ ചർച്ച നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചതിന് പിന്നാലെയാണ് മോചനവുമായി ബന്ധപ്പെട്ട നയതന്ത്ര ഇടപെടലുകൾക്കായി മറ്റു രാജ്യങ്ങളുമായി ചർച്ച നടക്കുന്നത്. യമനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളുമായി നയതന്ത്ര തലത്തിൽ ചർച്ച നടത്തി നിമിഷപ്രിയയുടെ മോചനത്തിൽ അനുകൂലമായ തീരുമാനത്തിന് ശ്രമിക്കുകയാണ് എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചത്. ഇതിനിടയിലാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന അവകാശവാദവുമായി സുവിശേഷകൻ ഡോക്ടർ KA പോൾ രംഗത്തെത്തിയത്. യമനിലെയും ഇന്ത്യയിലെയും നേതാക്കളുടെ ശക്തമായ ശ്രമത്തിനൊടുവിൽ വധശിക്ഷ റദ്ദാക്കിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അവകാശവാദം. യമൻ നേതാക്കളുടെ പരിശ്രമപൂർവവും പ്രാർത്ഥനാപൂർവവുമായ ശ്രമങ്ങൾക്ക് നന്ദി പറയുന്നതായി KA പോൾ എക്സിൽ പങ്കുവച്ച വീഡിയോയിൽ വ്യക്തമാക്കുന്നു. എന്നാൽ ഇതിനെതിരെ പ്രതികരണവുമായി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ തന്നെ രംഗത്തെത്തി. നിമിഷപ്രിയ ഉടൻ മോചിതയാകുമെന്ന പ്രചാരണം തലാലിന്റെ സഹോദരൻ നിഷേധിച്ചു. മോചനമല്ല, വധശിക്ഷ ഉടൻ നടപ്പാക്കുകയാണ് ഉണ്ടാവുകയെന്നാണ് അദ്ദേഹം മറുപടി നൽകിയത്. യമനിലെയും ഇന്ത്യയിലെയും നേതാക്കളുടെ ശ്രമങ്ങളെ തുടർന്നാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയത് എന്നാണ് ഡോക്ടർ പോൾ പറഞ്ഞത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ നേതാക്കൾക്കും ഞാൻ നന്ദി പറയുന്നു. ദൈവകൃപയാൽ നിമിഷപ്രിയ ഉടൻ മോചിതയാകുകയും ഇന്ത്യയിലേക്ക് മടങ്ങി എത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഡോക്ടർ പോൾ വീഡിയോയിൽ വിവരിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യൻ നയതന്ത്രജ്ഞർക്കും അദ്ദേഹം നന്ദി അറിയിക്കുകയും ചെയ്തു. വിവിധ ദേശീയ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാർ ഇക്കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം ഡോക്ടർ പോളിന്റെ അവകാശവാദം വ്യാജമാണ് എന്നാണ് യമനിൽ നിമിഷപ്രിയയുടെ അമ്മയ്ക്കൊപ്പമുള്ള സാമുവൽ ജെറോമും വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനിടെ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് യമനിൽ നടക്കുന്ന മധ്യസ്ഥ ചർച്ചയിൽ കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ കൂടി പങ്കെടുക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് വിദേശകാര്യ വകുപ്പുമായി ചേർന്നുകൊണ്ടുള്ള യോജിച്ച നീക്കം നടത്തുമെന്നും കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിക്കുന്നു. നയതന്ത്ര ചർച്ചകളുടെ തുടർച്ചയും നിയമപരമായ കാര്യക്ഷമതയും ഉറപ്പുവരുത്തുന്നതോടൊപ്പം കേസിന്റെ സാംസ്കാരികമായ സെൻസിറ്റിവിറ്റി കൂടി മനസ്സിലാക്കിയുള്ള യോജിച്ച പ്രവർത്തനങ്ങൾക്ക് തുടർ നടപടികളെ ഫലപ്രദമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നതിനാലാണ് ഇങ്ങനെയൊരു യോജിച്ച നീക്കത്തിന് രൂപം നൽകിയിരിക്കുന്നത്. തുടർ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയും പ്രാതിനിധ്യവും വേണമെന്ന് ഗ്രാൻഡ് മുഫ്തി ഓഫീസ് കേന്ദ്ര സർക്കാരിനെയും യമനിലെ മധ്യസ്ഥരെയും അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ സന്ദർശിച്ച ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളോടും മറ്റ് ജനപ്രതിനിധികളോടും കാന്തപുരം ഇക്കാര്യങ്ങൾ അറിയിച്ചിരുന്നു. സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത് പ്രകാരം സർക്കാരിനും കാന്തപുരത്തിന്റെ ഓഫീസിനും പുറമെ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിനിധികളും ചേർന്നാവും തുടർന്നുള്ള കാര്യങ്ങൾ നടത്തുക. ഇതിനിടെ നിമിഷപ്രിയ കേസിൽ സാമുവൽ ജെറോമിന്റെ അവകാശവാദങ്ങൾ തള്ളി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്തഹ് മഹദി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നതും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. സാമുവലിനെതിരെ മഹദി ഗുരുതരമായ ആരോപണങ്ങളാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിച്ചത്.
സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ കാലങ്ങളായി സാമുൽ ജെറോമിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക തട്ടിപ്പുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളെ ശരിവെക്കുന്നതുകൂടിയാണ് അബ്ദുൽ ഫത്താഹ് മഹദിയുടെ പോസ്റ്റ്. കേസിലെ അഭിഭാഷകൻ എന്ന പേരിലായിരുന്നു സാമുൽ ജെറോം മലയാളം മാധ്യമങ്ങളിലും BBC ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നത്. എന്നാൽ സാമുൽ ജെറോം അഭിഭാഷകനല്ലെന്നും പ്രതിയുടെ കുടുംബത്തിന്റെ യമനിലെ പ്രതിനിധിയായി പവർ ഓഫ് അറ്റോർണി ഉള്ള ആൾ മാത്രമാണ് എന്നുമാണ് തലാലിന്റെ സഹോദരൻ പറയുന്നത്. മാത്രമല്ല, സാമുൽ ഈ കേസിൽ ഇതുവരെ കാര്യമായ യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നും ഇന്നേവരെ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് ഞങ്ങളെ ബന്ധപ്പെടുകയോ വിളിക്കുകയോ ഒരു ടെക്സ്റ്റ് മെസ്സേജ് പോലും ഉണ്ടായിട്ടില്ല എന്നും മെഹദി വ്യക്തമാക്കുന്നു. പ്രസിഡന്റ് വധശിക്ഷാ വിധി അംഗീകരിച്ച ശേഷമാണ് സനയിൽ വെച്ച് ആദ്യമായി സാമുവലിനെ കാണുന്നത് എന്നും അപ്പോൾ സന്തോഷവാനായ എന്നോട് അദ്ദേഹം അഭിനന്ദനങ്ങൾ പറഞ്ഞു എന്നുമാണ് മെഹദി ആരോപിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം. ഈ കേസുമായി ബന്ധപ്പെട്ട് സാമുൽ ഉന്നയിക്കുന്ന മറ്റെല്ലാ അവകാശവാദങ്ങളും കളവാണ് എന്നും മധ്യസ്ഥ ചർച്ചയ്ക്ക് എന്ന പേരിൽ അവസാനം കൈപ്പറ്റിയ $40,000 ഉൾപ്പെടെ അനേകം പണം സാമുവൽ കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നും തന്റെ സഹോദരന്റെ രക്തത്തിൽ വ്യാപാരം നടത്തുകയാണ് എന്നുമൊക്കെയാണ് മെഹദി ആരോപിച്ചിരിക്കുന്നത്. നിമിഷപ്രിയ കേസിൽ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് നേതൃത്വം നൽകിയിരുന്ന സാമുൽ ജെറോമിന്റെ ഇടപെടലുകളെക്കുറിച്ചുള്ള വാദങ്ങൾ തെറ്റായിരുന്നുവെന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. അതിന് പിന്നാലെയാണ് നിലവിൽ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരന്റെ തുറന്നുപറച്ചിൽ കൂടി. സാമുൽ ജെറോമിന്റെ നുണകൾ ആക്ഷൻ കൗൺസിലിന് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടതാണ് എന്നും കേസിൽ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് പ്രതികരിക്കാൻ വൈകിയത് എന്നുമാണ് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അംഗവും സുപ്രീം കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. വിധി നടപ്പാവാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം 16-ന് നീട്ടിവെച്ചത്. ദിയാദനം സ്വീകരിക്കാൻ സാധിക്കില്ലെന്നും നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്നുമുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു കുടുംബം. സൂഫി പണ്ഡിതരുടെ ഇടപെടലിൽ അവർ വഴങ്ങുകയായിരുന്നുവെന്നാണ് നേരത്തെ പുറത്തുവന്ന വിവരം. വധശിക്ഷ നീട്ടിവെച്ച വിവരം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അറിയിക്കുകയും ഔദ്യോഗിക വിധിപ്പകർപ്പ് ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിഷയത്തിൽ തലാലിന്റെ സഹോദരൻ പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയതോടെ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. യമൻ തലസ്ഥാനമായ സനായിലെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായിരുന്ന നിമിഷപ്രിയ 2015-ലാണ് അവിടെ ക്ലിനിക്ക് തുടങ്ങാൻ തലാൽ മെഹദി എന്ന യമനി പൗരനെ ബിസിനസ് പങ്കാളിയാക്കുന്നത്. നിമിഷപ്രിയയുടെ ഭർത്താവും മകളും സാമ്പത്തിക പ്രയാസത്താൽ 2014-ൽ കേരളത്തിലേക്ക് മടങ്ങിയിരുന്നു. തലാൽ മെഹദി നിമിഷപ്രിയക്കൊപ്പം കേരളത്തിൽ വരികയും ഒരു മാസം തങ്ങുകയും ചെയ്തു. നിമിഷപ്രിയയെ താൻ ജീവിത പങ്കാളിയാക്കിയെന്നാണ് കൊല്ലപ്പെടും മുമ്പ് തലാൽ യമനിൽ കോടതിയെയും പോലീസിനെയും അറിയിച്ചത്. കുടുംബവും ഇക്കാര്യം ആവർത്തിക്കുന്നു. എന്നാൽ ഇത് വ്യാജ അവകാശവാദമാണ് എന്നും നിമിഷപ്രിയയുടെ വിവാഹ ഫോട്ടോ മോഷ്ടിച്ച് തലാൽ കൃത്രിമ ചിത്രം ഉണ്ടാക്കിയെന്നുമാണ് അമ്മയും ആക്ഷൻ കൗൺസിലും ഇന്ത്യയിൽ കോടതിയോട് പറഞ്ഞത്. ഒരുമിച്ചുള്ള ജീവിതത്തിനിടയിലെ തർക്കങ്ങൾക്കൊടുവിൽ തലാലും നിമിഷപ്രിയയും പോലീസിനെ സമീപിക്കുകയും ഒരു കേസിൽ 6 ദിവസത്തോളം നിമിഷപ്രിയ ജയിലിലാവുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഒരു യമനി ജയിൽ വാർഡന്റെ സഹായത്തോടെ 2017-ൽ നിമിഷപ്രിയ തലാലിനെ മയക്കുമരുന്ന് നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. പിടിച്ചുവെച്ച തന്റെ പാസ്പോർട്ട് തിരിച്ചു കിട്ടാനായി നിമിഷപ്രിയ മയക്കുമരുന്ന് നൽകിയെന്നും ഓവർഡോസ് മൂലം തലാൽ മരണപ്പെട്ടുവെന്നുമാണ് ഡൽഹി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നിമിഷപ്രിയയ്ക്കായി സമർപ്പിച്ച ഹർജികളിൽ പറഞ്ഞിരിക്കുന്നത്.